നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസ് മിസ്സാക്കാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ചട്നിയാണ്. സ്വീറ്റ് മാംഗോ ചട്നിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടമാവും. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ചട്നി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല പച്ച മാങ്ങയാണ്. ഞാനിപ്പോൾ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ചട്നി തയ്യാറാക്കി തുടങ്ങാം. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ ഉലുവ ചേർക്കുകയാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. ഈ പെരിഞ്ജീരകം ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൂടെ തന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് കടുക് പൊട്ടുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചതാണ്. ഞാൻ ആ തോടോടുകൂടിയാണ് ചതച്ചിട്ട് ചേർക്കുന്നത്. നമ്മൾ ആ തോട് മാറ്റേണ്ട ആവശ്യമില്ല. കൂടെ തന്നെ നമ്മുടെ ഈ പച്ച മാങ്ങയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതിയാവും. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഈ മാങ്ങ ഇത്രയും വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയ്ക്ക് ഇത്രയ്ക്കും വേണ്ട ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നാൽ ശരി, ഇതൊരു 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമ്മുടെ മാങ്ങ എല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു സ്മാഷർ വെച്ചിട്ട് ഈ മാങ്ങയെല്ലാം ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ശർക്കര കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ ശർക്കരയും മാങ്ങയും ഒക്കെ ചേർന്നിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് അളവിൽ കായപ്പൊടി കൂടിയാണ്. അതുകൂടി ചേർത്തിട്ട് പിന്നീട് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 1 മിനിറ്റ് ഇത് നന്നായിട്ടും തിളച്ചാൽ മതിയാവും. അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പുളിയും എരിവും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള മാങ്ങ ചട്നി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും സൈഡിലായിട്ട് ഇങ്ങനെ ഇതുപോലെ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് തരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. നമുക്ക് സദ്യയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൈഡിൽ ഇതുപോലെ ഒരല്പം മാങ്ങാ ചട്നി കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പിന്നെ നമുക്ക് നല്ല മുരിഞ്ഞ ദോശയുടെ കൂടെ കുറച്ച് ചമ്മന്തിയും ഈ മാങ്ങാ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. ഉറപ്പായിട്ട് നിങ്ങളുടെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.